ജർമ്മൻ ഭാഷ പഠിച്ചാൽ എന്താണ് ഗുണം? പലരും കരുതുന്നത് ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജർമ്മനിയിലേക്ക് മാത്രമാണ് പോകാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. ബട്ട് ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ പോകാനായിട്ട് ജർമ്മനി കൂടാതെ ഓസ്ട്രിയ, ലക്സംബർഗ്, സ്വിറ്റ്സർലാൻഡ് എന്നീ കൺട്രികളിലേക്കും പോകാനായിട്ട് പറ്റും. അപ്പോൾ ജർമ്മൻ തന്നെ നമുക്കൊരു കരിയർ പാസ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. പലരും ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ ഓസ്ബിൽഡിംഗ് എന്നുള്ള പ്രോഗ്രാമിന് മാത്രമാണ് ജർമ്മനിയിൽ പോകുന്നത്. ബട്ട് ജർമ്മനിയിലേക്ക് വേറെ ഒത്തിരി പ്രോഗ്രാംസ് അവൈലബിൾ ഉള്ള കാര്യം പലർക്കും അറിയില്ല. ഓപ്പർ എന്നുള്ള പ്രോഗ്രാം വരുമ്പോഴേക്കും അത് ഒരു കുട്ടികളെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഒന്ന് ജർമ്മൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഓപ്പർ എന്നുള്ളത്. FSJ വോളണ്ടറി സോഷ്യൽ വർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ. അതായത് ആശുപത്രികളിലൊക്കെ ചെന്ന് പേഷ്യൻസിനെയൊക്കെ അസിസ്റ്റ് ചെയ്ത് അതിനോടൊപ്പം അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് FSJ കൂടാതെ ഡിഗ്രി കഴിഞ്ഞവർക്ക് പോകാൻ പറ്റുന്ന സെയിം ഒരു വോളണ്ടറി സോഷ്യൽ വർക്ക് പ്രോഗ്രാമാണ് BFD. +2 കഴിഞ്ഞ കുട്ടികൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ഓസ്ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഓസ്ബിൽഡിംഗ് ഒരു വൊക്കേഷണൽ ഡിപ്ലോമ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ തന്നെ ജോലി കിട്ടും. ഈ പ്രോഗ്രാമിനാണെങ്കിലും പ്രത്യേകിച്ച് അവർ ഫീസ് ഒന്നും അടയ്ക്കേണ്ടി വരുന്നില്ല. മറിച്ച് അവർക്ക് സ്റ്റൈപ്പൻഡ് അവരുടെ കയ്യിലേക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേരും ഈ ഓസ്ബിൽഡിംഗ് എന്ന പ്രോഗ്രാമിന് പോകുന്നുണ്ട്. ഓസ്ബിൽഡിങ്ങിനകത്ത് തന്നെ ഒത്തിരി വെറൈറ്റി ഓസ്ബിൽഡിംഗ് അവൈലബിൾ ആണ്. നഴ്സിംഗ്, ഫിസിയോതെറപ്പി, ഡെൻറ്റൽ അസിസ്റ്റൻറ്റ്, മെക്കാട്രോണിക്സ്, ലോജിസ്റ്റിക്സ്, ഇങ്ങനെ ഒത്തിരി അവൈലബിലിറ്റി ഓസ്ബിൽഡിംഗ് ഫീൽഡിലും ഉണ്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഡിഗ്രി കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് വൈറ്റർ ബിൽഡർ. ഏത് പ്രൊഫഷനാണോ അവരിവിടെ പഠിച്ചിരിക്കുന്നത് ആ പ്രൊഫഷൻ ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് വൈറ്റർ ബിൽഡിംഗ് ഹെൽപ്പ് ചെയ്യും. വൈറ്റർ ബിൽഡിംഗ് പ്രോഗ്രാമിനും പ്രത്യേകിച്ച് ഫീസ് ഒന്നും വരുന്നില്ല. അവിടെയും അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ അവിടെ അവർക്ക് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന വൈറ്റർ ബിൽഡിംഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ വൈറ്റർ ബിൽഡിംഗ് ചെയ്യുമ്പോൾ അവർക്ക് സ്റ്റൈപ്പൻഡായിട്ട് 1500 to 2000 euro വരെ അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. 1 year കഴിഞ്ഞാൽ അവിടെ തന്നെ ജോബിലേക്ക് അവർ കൺവേർട്ടഡ് ആവും. ഇത് കൂടാതെ ഡിഗ്രി കഴിഞ്ഞവർക്ക് പോകാൻ പറ്റുന്ന വേറൊരു പ്രോഗ്രാമാണ് ഡ്യുവാലിസ് സ്റ്റുഡിയോ. നൗ ഡ്യുവാലിസ് സ്റ്റുഡിയോയും ഒരു യൂണിവേഴ്സിറ്റിയുടെ പഠിത്തം കൂടാതെ അവരൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡ്യുവാലിസ് സ്റ്റുഡിയോ. ഇവിടുത്തെ കോഴ്സ് ഫീസിൻ്റെയൊക്കെയും കംപ്ലീറ്റ് ഉത്തരവാദിത്വം കമ്പനി എടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഫീസിൻ്റെ ചിലവ് ഡ്യുവാലിസ് സ്റ്റുഡിയോത്തിൽ അവൈലബിൾ അല്ല. കമ്പനി അവിടെ പഠിത്തം കഴിഞ്ഞ് ആ ഒരു ജോബിലേക്ക് തന്നെ അവരെ അബ്സോർബ് ചെയ്യും. സോ ഒരു കംപ്ലീറ്റ് ജോബ് അഷുറൻസോട് കൂടിയായിരിക്കും ഡ്യുവാലിസ് സ്റ്റുഡിയോ കഴിഞ്ഞ ഒരു കുട്ടി പോകുന്നത്. ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സാണ്. അവിടെ മാസ്റ്റേഴ്സ് ആണെങ്കിലും കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റാണ്. ചെറിയൊരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ മാത്രമാണ് മാസ്റ്റേഴ്സിന് വരുന്നത്. മാസ്റ്റേഴ്സിന് പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കൂടാതെ ഒരു DMAT എന്ന് പറയുന്ന ഒരു എക്സാം കൂടി അതിന് ആഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ജർമ്മനിയിൽ മാത്രമല്ല ഓസ്ട്രിയയിലേക്കും ഇതുപോലെ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഓപ്പർ ആണെങ്കിലും മാസ്റ്റർ പ്രോഗ്രാം ആണെങ്കിലും ബാച്ചിലർ പ്രോഗ്രാം ആണെങ്കിലും ഒക്കെയും അവൈലബിൾ ആണ് ഓസ്ട്രിയയിലും. ഓസ്ട്രിയയിൽ പ്രത്യേകിച്ച് BSc നഴ്സിംഗ് അവൈലബിൾ ആണ് ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ. സോ അതൊരു ബാച്ചിലർ പ്രോഗ്രാമാണ്. മാസ്റ്റേഴ്സ് ആണെങ്കിലും അവിടെയും അവർ ചെറിയൊരു എമൗണ്ട് ഫീസോട് കൂടെ പേ ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രിയ. സോ ഓസ്ട്രിയയിലും അവർ സംസാരിക്കുന്ന ഭാഷ ജർമ്മൻ ലാംഗ്വേജ് ആണ്. ഇങ്ങനെ ഒത്തിരി അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നിങ്ങൾക്ക് മെഡ്സിറ്റി സ്റ്റഡി അബ്രോഡ് കൊച്ചി വിസിറ്റ് ചെയ്യാവുന്നതാണ്. സോ വി വിൽ ബി കണ്ടക്ടിങ് എ സെഷൻ ഓൺ 24th of July at 10 AM. സോ ഈ ഒരു സെഷനകത്ത് ഞങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു പുതിയ അപ്ഡേറ്റ്സും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ എവിടെയൊക്കെ പോകാനായിട്ട് പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ഫാമിലിയുമായിട്ട് പോകാനായിട്ട് പറ്റുന്ന കൺട്രീസാണ് ജർമ്മനി ആണെങ്കിലും ഓസ്ട്രിയയും ആൻഡ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയായ സ്വീഡനും. സ്വീഡനിലേക്ക് ഫാമിലിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി ഇതേ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അന്നേ ദിവസം ഡയറക്റ്റ്ലി വന്ന് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെയും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓർ ഈവൻ യു കുഡ് കോൺടാക്ട് us. You dream it, we make it. MedCity Study Abroad.